26 ജൂലൈ 2025 PSC നടത്തിയ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, പ്രൊവിഷണൽ ആൻസർ കീ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ 2, 3 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. മൂന്നാമത്തെ, തൃപ്പടിദാനം നടത്തിയ രാജാവാണ്? 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തെറ്റായ പ്രസ്താവന 1809 കുണ്ടറ വിളംബരം നടത്തി. 1809 കുണ്ടറ വിളംബരം നടത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ വേലുത്തമ്പിയാണ്. നാലാമത്തെ, 1721 ആറ്റിങ്ങ കലാപം നയിച്ച രാജാവ്? തെറ്റാണ്. 1721 ആറ്റിങ്ങൽ കലാപം ജനങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ കലാപമാണ്. അന്ന് മാർത്താണ്ഡവർമ്മ രാജാവായിട്ടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ആൻസർ എ, കറുപ്പ് യുദ്ധം. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773 ഡിസംബർ 16 അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന് പറയുന്നത് 1789 ജൂൺ 20 നടന്നതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫെബ്രുവരി വിപ്ലവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3, പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഡി ആണ്, ഇന്ത്യ, ചൈന. 1954 ഏപ്രിൽ 29 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. 4, MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? ആൻസർ സി, പത്മവിഭൂഷൺ 2025 ലഭിച്ചു. 5, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1, 3, 4 ശരിയായത്. 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. നോർവേക്കാരനായ ട്രിഗേലി ആണ് ആദ്യ സെക്രട്ടറി ജനറൽ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് UN. ആറാമത്തെ ക്വസ്റ്റ്യൻ, 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തത്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിൽ എന്നാണ്. അതിൻ്റെ ശരിയായ പ്രസ്താവന, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 മീററ്റിലാണ്. മംഗൾ പാണ്ഡെയായിരുന്നു ആദ്യ രക്തസാക്ഷി. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. 7, ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ എ, ക്രമമായ താപനഷ്ട നിരക്ക്. 8, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? ആൻസർ ബി, വാവുവേലി. സപ്തമി വേലി എന്നാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോൺ അകലത്തിൽ നിന്നും ആകർഷിക്കുന്നതാണ്. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെയാണ്. സുബൻസിരി നദി, ലോഹിത് നദി, മനാസ് നദി, ടീസ്റ്റ നദിയൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. 10, കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡലം കേന്ദ്രം? ആൻസർ സി, നീലഗിരി. 11, തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര്? ആൻസർ എ ആണ്, സിറസ് മേഘം. തൂവൽ രൂപത്തിലും ചൂലിൻ്റെ രൂപത്തിലൊക്കെ സിറസ്, ചെമ്മരിയാടിൻ്റെ രൂപത്തിലാണെങ്കിൽ ക്യുമുലസ് മേഘം. 12, ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ആൻസർ ബി, പഞ്ചവടി എക്സ്പ്രസ് ആണ്. ഏത് ബാങ്കിൻ്റെ സഹായത്തോടെയാണ്? ഇന്ത്യൻ റെയിൽവേ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സഹായത്തോടെയാണ് പഞ്ചവടി എക്സ്പ്രസ്സിൽ ATM സ്ഥാപിച്ചത്. 13, താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാംഗം കണക്കാക്കുക. മധ്യാംഗം എന്ന് വെച്ചാൽ മീഡിയം എന്ന് വെച്ചാൽ നമുക്ക് തന്ന മാർക്കിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നമ്മുടെ സെൻറ്റർ വാല്യൂ ആണ് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 18, 26, 28, 32, 40, 44, 62. ഇവിടെ മിഡിലായിട്ട് വരുന്നത് 32 ആണ്. അപ്പോൾ ആൻസർ 32. 14, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ആൻസർ എന്ന് പറയുന്നത് സി ആണ്, 1, 3, 4. മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. 15, ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്ത്? ആൻസർ ഡി, ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവരാനുള്ള ദൗത്യം. ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് 2 ദൗത്യങ്ങൾ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1961 ഗോവ ദാമൻ ദിയുവിനെ പോർച്ചുഗീസിൽ നിന്നും വിമോചിപ്പിക്കുന്ന ഓപ്പറേഷൻ വിജയ് എന്ന് പറയും. അതുപോലെ 1999 കാർഗിൽ യുദ്ധം
ബന്ധപ്പെട്ട ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടും. ഓപ്പറേഷൻ കൊക്കൂൺ എന്ന് പറയുന്നത് വീരപ്പനെ പിടിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ്. അതുപോലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് 1984 പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ സിഖ് തീവ്രവാദിയെ പുറത്താക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 16 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി? ആൻസർ 1, 2, 4 മാത്രമാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. 2 ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. മൂന്നാമത്തെ തെറ്റാണ്. 5 എഞ്ചിനല്ല 7 എഞ്ചിനുണ്ട്. റെയിൽവേ, റോഡ്, പോർട്സ്, വാട്ടർവേ, എയർപോർട്ട്, മാസ് ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്, ഇൻഫ്രാസ്ട്രക്ചർ എന്നറിയപ്പെടുന്ന 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു. നാലാമത്തെ റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. 17ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന RBI പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത്? ആൻസർ D ആണ് തെറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.50, കറണ്ട് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് 5.75. അതേ റേറ്റ് തന്നെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും 5.75. ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35%. ക്യാഷ് റിസർവ് റേഷ്യോ 3%. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 5.25%. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നം നേരിട്ട് കമ്പോളത്തിലെത്തിക്കുന്നതിന് പറയുന്ന പേര്? ആൻസർ C അപ്നി മാഡി. 19 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് സ്ഥിര അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. 20 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 32 ആണ്. ആൻസർ B. 21 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതല അല്ലെ മൗലിക കടമ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ആൻസർ A ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതിയായിട്ടാണ് 42ാം ഭേദഗതി നടപ്പിലാക്കിയത് 1976-ലാണ്. 44ാം ഭേദഗതി എന്ന് പറയുന്നത് 1978-ലെ മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. 52ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്നു. 74ാം ഭേദഗതി നഗരപാലിക ആക്ട് എന്നും അറിയപ്പെടുന്നു. 22 രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ D എല്ലാം ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ്. അധോസഭ ലോക്സഭയും ഉപരിസഭ രാജ്യസഭയും. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. 23 പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? ആൻസർ A സ്റ്റേറ്റ് ലിസ്റ്റ്. 24 സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ആൻസർ B രാഷ്ട്രപതി. ആർട്ടിക്കിൾ 143 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയെ ഉപദേശിക്കാൻ പറ്റുന്നത്. 25 നിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏതു രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ C ഐറിഷ് ഭരണഘടന. 26 ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ആൻസർ B സുകുമാർ സെൻ. ഇപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇപ്പോൾ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഗ്യാനേഷ് കുമാറാണ്. കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോൾ A ഷാജഹാൻ. 27 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ആൻസർ B ചെനാബ്. 2025 ജൂൺ 6-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത്. 28 സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ആൻസർ D ട്രാൻസ്ജെൻഡർ ആണ്. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കുന്നതിന്, നിശ്ചിത കലകളിൽ പരിശീലനം നേടുന്നതിനും, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ നടക്കുന്ന സൗന്ദര്യ മത്സരം, മറ്റ് കലാകായിക മത്സരങ്ങൾ എന്നിവയ്ക്ക് പങ്കെടുക്കുന്നതിനും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സാമൂഹ്യനീതി വകുപ്പ് ധനസഹായം അനുവദിക്കുന്ന പ്രതിഭാ പദ്ധതി. 29 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ A മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ചീഫ് മിനിസ്റ്റർ ചെയർമാനായിട്ടും റവന്യൂ മിനിസ്റ്ററായ K രാജനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. 30 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ്. ആൻസർ B സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 31 ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആശാ ശോഭന. ആൻസർ A. 32 എംഫിസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? ആൻസർ A ശ്വാസകോശം. 33 ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ A മെലാട്ടോണിൻ. 34 തൈറോയിഡിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? ആൻസർ C അയോഡീൻ. 35 രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ C വൈറസ് ന്യൂമോണിയ.
36 ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? 2ഉം 3ഉം മാത്രമാണ് ശരി. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. ഓസോൺ പാളിയുടെ ഭൂരിഭാഗം സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ആൻസർ സി, ജീവകം B3. 38 ഒരു ലെൻസിന്റെ പവർ +2.5D ആണ്. ഇത് ഏത് ലെൻസാണ്? ഇതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഇവിടെ നമുക്ക് +2.5D പവർ തന്നിട്ടുണ്ട്. അതായത് പവർ എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫോക്കസ് ദൂരം കാണാൻ. കാരണം നമ്മുടെ ആൻസർ സെൻറ്റിമീറ്ററിലാണ് ഉത്തരമുള്ളത്. അതുപോലെ പ്ലസ് എന്ന് പറയുന്നത് പവർ പോസിറ്റീവ് ആണെങ്കിൽ അതായത് അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും പോസിറ്റീവ് എന്നാണ് അർത്ഥം. അപ്പോൾ പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസിൻ്റെയും നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസിൻ്റെയാണ്. അപ്പോൾ നമുക്ക് തന്നത് കോൺവെക്സ് ലെൻസാണ്. അതുപോലെ 1/2.5 കണ്ടാൽ നമുക്ക് ഫോക്കസ് ദൂരം കാണാൻ പറ്റും. അതായത് ഫോക്കസ് എന്ന് പറയുന്നത് 1/പവറാണ്. അപ്പോൾ 1/2.5 കണ്ടിട്ട് അതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ വാല്യൂവിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫോക്കൽ ലെങ്ത്തും കിട്ടും. അത് നമ്മുടെ ഉത്തരം 40 സെൻറ്റിമീറ്റർ കോൺവെക്സ് ലെൻസ്. ആൻസർ സി ആണ്. 39 താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത്? ആൻസർ ഡി, സ്റ്റീലാണ്. അതിനുശേഷം നമുക്ക് ശബ്ദത്തിൻ്റെ വേഗത വെള്ളത്തിലും ശേഷം വായുവിലുമാണ്. ശൂന്യതയിൽ ശബ്ദത്തിന് വേഗതയില്ല, സഞ്ചരിക്കില്ല. 40 പ്രതലബലം എസും ആരം 6ഉമായുള്ള ഒരു സോപ്പ് കുമിളയിലെ ഉള്ളിലുള്ള അതിമർദ്ദം? ആൻസർ എ, 4s/r ആണ്. 41 ISROയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്? ആൻസർ ബി ആണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ ഇറങ്ങിയത്. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന്. 42 ലാവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ബി ആണ്. 1ഉം 3ഉമാണ് ശരി. NH4Cl ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കുറവാണ്. CH3COO ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. എന്നാൽ സോഡിയം നൈട്രേറ്റ് NaNO3 ജലീയ ലായനി എന്ന് പറയുന്നത് pH മൂല്യം 7ആണ്. അതായത് ഒരു ന്യൂട്രലാണ്. ഇത് ആസിഡും അല്ല ബേസും അല്ല, ന്യൂട്രലാണ്. അതുകൊണ്ട് NaNO3യുടെ pH മൂല്യം 7 ആണ്. 7. ഇനി അടുത്ത 43 താഴെ കൊടുത്ത രാസപ്രവർത്തനത്തിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത്? ആൻസർ സി ആണ്. CaCO3 എന്ന് പറയുന്നത് CaOയും CO2 ആയി മാറുന്ന പ്രവർത്തനം. ഇവിടെ എന്ന് പറയുന്നത് സിയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ശേഷം രാസപ്രവർത്തനത്തിന് ശേഷമുള്ള കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറും +2 തന്നെയാണ്. അതുപോലെ കാർബണിൻ്റെ ആണെങ്കിൽ +4 തന്നെയാണ്. ഓക്സിജൻ്റെ ആണെങ്കിൽ എല്ലാം കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ സെയിം വാല്യൂ കിട്ടും. അപ്പോൾ ഇൻ ദിസ് കേസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് കാൽസ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ റിമെയിൻ അൺചേഞ്ച്ഡ് ത്രൂ ഔട്ട് ദ റിയാക്ഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റിഡോക്സ് പ്രവർത്തനമല്ല. ഓക്സിഡേഷൻ നമ്പർ മാറിയാലാണ് നമ്മൾ അതിനെ ഒരു റിഡോക്സ് പ്രവർത്തനം എന്ന് പറയും. ഇനി 44 കോളം 1 മൂലകം കോളം 2 അവയുടെ പോളിംഗ് സ്കെയിലിൽ ഇലക്ട്രോനെഗറ്റീവുമായി ചേരുംപടി ചേർത്ത് എഴുതിയ ശരിയായത് ഏത്? ആൻസർ ഡി ആണ്. ബോറോൺ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി 2ഉം കാർബൺ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി 2.5ഉം നൈട്രജൻ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി 3ഉം ബെർലിയം എന്ന് പറയുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി 1.5ഉമാണ്. 45 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? ആൻസർ ബി, ക്വാണ്ടം ഡോട്ട്സ്. 46 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ എ ആണ്. 1ഉം 2ഉം. 1847 ഹെർമൻ ഗുണ്ടട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാരം ആരംഭിച്ചു. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയ ഹെർമൻ ഗുണ്ടട്ട് 1847 ആരംഭിച്ചു. പിന്നെ തെറ്റ്, ഹെർമൻ ഗുണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നില്ല. അദ്ദേഹം ബാസൽ മിഷൻ്റെ ഒരു പാർട്ടായിരുന്നു. 47 തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഡി, എല്ലാം ശരിയാണ്. ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്നു മലയാളിയായ പ്രിയ ശ്രീജേഷ്. ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ 2019 മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 പ്രിയ ശ്രീജേഷിന് ലഭിച്ചു. 48 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നാലാപ്പാട്ട് നാരായണ മേനോനല്ല, വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും കൂടിയാണ് 1930
കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. 49 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉമാണ് ശരി. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത്തെ ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നും ലഭിച്ചതാണ്. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നാ പറയുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. അതൊരു ഭാഷയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമല്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായി കൊടുത്തത്. 50 താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ സി ആണ്. 2, 3 ആണ് ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാൻ കാരണം വക്ക അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ്. വക്ക അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ച കെ രാമകൃഷ്ണ പിള്ളയാണ്. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്താനാണ്. ആൻസർ ബി 69. മാത്സ് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യും. ഒറ്റയാനെ കണ്ടെത്തുന്നതിൽ ആൻസർ ബി 69. 52 11 മുതൽ 49 വരെയുള്ള ഉച്ചസംഖ്യകളുടെ തുക. ആൻസർ എ 600. 53 താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. ആൻസർ ഡി 4.40. 54 123 - 2 all raised to 1/2. 78 + 3 all raised to 1/4 all divided by 243 all raised to 1/5. ആൻസർ ബി ആണ് 11. 55 ഡോഗ് എന്ന് പറയുന്നത് 274ഉം ക്യാറ്റ് എന്ന് പറയുന്നത് 358ഉം ആയാൽ ഗോട്ടിൻ്റെ വാല്യൂ ആൻസർ ഡി 4758. 56 22 1/6 + 7 1/6 - 3 1/6 = വാട്ട്? ആൻസർ എ 26 1/6. 57 ഒരു പരീക്ഷ പാസ്സാകാൻ 60% മാർക്ക് വേണം നീതുവിന് 180 മാർക്ക് കിട്ടി. നീതുവിന് പാസ്സാകാൻ 60 മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര? ആൻസർ ബി 400. 58 ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര? ആൻസർ ഡി 6.28 സെന്റിമീറ്റർ. 59 അരുൺ തൻ്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത്? ആൻസർ എ 10 കിലോമീറ്റർ. 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. 61 ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന വർഷം? ആൻസർ ഡി 2024. 62 ഒഫൻസ് അല്ലെങ്കിൽ കുറ്റം എന്നതിന് BNS അനുസരിച്ചുള്ള അർത്ഥം? ആൻസർ സി BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി. 63 BNS പ്രകാരം ട്രിഫൈൽസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ബി നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികൾ. 64 BNS-ൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി? ആൻസർ ഡി നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം. 65 ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത പ്രകാരം സമ്മൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്ക്? ആൻസർ ബി കോടതികൾ. 66 BNSS വകുപ്പുകൾ 168, 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ബി കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക. 67 BNSS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ? ആൻസർ ബി ഉടൻ തന്നെ. 68 ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ഏത് വകുപ്പാണ്? ആൻസർ ബി സെക്ഷൻ 2. 69 സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം? ആൻസർ സി ചീഫ് ക്രോസ് റേ. 70 കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ്? ആൻസർ എ സെക്ഷൻ 29. 71 കേരള പോലീസ് ആക്ട് 98ാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ സി ജില്ലാ പോലീസ് മേധാവി. 72 കേരള പോലീസ് ആക്ട് 117ാം വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിന് ഉള്ള പരമാവധി ശിക്ഷ? ആൻസർ ഡി 3 വർഷം തടവ്. 73 വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? ആൻസർ ബി പൊതു വിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ. 74 IT ആക്ട് സെക്ഷൻ 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? ആൻസർ ബി ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. 75 ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെക്കുറിച്ചുള്ള വിവരം അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത? ആൻസർ എ വകുപ്പ് 8(1)(i).
76 IT ആക്ട് 2067B ഏതു വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സി. കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ. 77 NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? ആൻസർ സി. മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. 78 ഇനി പറയുന്ന സാഹചര്യത്തിൽ ഏതാണ് NDPS ആക്ടിന്റെ വകുപ്പ് 31 ചുമത്താൻ സാധ്യതയുള്ളത്? ആൻസർ സി. വാണിജ്യ അളവിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം. 79 വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? ആൻസർ സി. ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരികൽ. 80 പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ബി. ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. 81 സോമൻ, വിധു, ഇന്ദു ഇവ ഏതിൻ്റെ പര്യായമാണ്? ചന്ദ്രൻ്റെ പര്യായമാണ് സോമൻ, വിധു, ഇന്ദു. തെറ്റായ പദമേത്? ആൻസർ ഡി ആണ്. ശരിയായ പദമാണ് ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം. 83 നാഗം എന്നതിൻ്റെ വിപരീത പദം. നാഗം എന്ന് വെച്ചാൽ സ്വർഗ്ഗമാണ്, അപ്പോൾ വിപരീതം ആൻസർ സി. നരകം. 84 ചെയ്യേണ്ടതു ചെയ്ത എന്നർത്ഥം വരുന്ന പദമേത്? ആൻസർ ബി. കൃതകൃത്യ. 85 ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോന്നെന്ന് പറയുമ്പോൾ പ്രത്യേകം കൊടുക്കണം എന്ന് അതിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആൻസർ ഡി. നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം? ആൻസർ ബി. ശബ്ദം. 87 എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷയാണ്? ആൻസർ എ ആണ്. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. 88 താഴെ കൊടുത്തതിൽ ബഹുവചന രൂപമല്ലാത്തതേത്? ആൻസർ ഡി ആണ്. പെങ്ങൾ. 89 ജഗന്മനസ് പിരിച്ചെഴുതുമ്പോൾ? ആൻസർ ബി. ജഗത് പ്ലസ് മനസ്. 90 ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം? ആൻസർ സി. ആശിച്ചു കാലം കഴിക്കുന്നവൻ. 91 കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ആൻസർ ബി ആണ്. CONSCNSUS. 92 വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് കാക്ടസ്? കാക്ടസിൻ്റെ പ്ലൂറൽ കാക്ടി. 93 fill in the blank with the appropriate article. I need dash new laptop for my work. ന്യൂവിൻ്റെ മുന്നിൽ ആൻസർ എ ആണ്. എ ആണ് ചേർക്കേണ്ടത്. എ ന്യൂ. 94 ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ verb to complete the sentence. Neither the team nor the coach dash satisfied with the result. ഇവിടെ neither nor വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത്. അതായത് ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ദ ടീമും സെക്കൻഡ് ദ കോച്ചുമാണ്. അപ്പോൾ ദ കോച്ചിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നെയ്തർ നോർ വരുമ്പോൾ. അപ്പോൾ ദ കോച്ച് സിംഗുലർ ആയതുകൊണ്ട് ആൻസർ എ ഈസ്. 95 കൺവേർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ മാറ്റുമ്പോൾ നമ്മൾ മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ. എ ഡെലീഷ്യസ് മീൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ എ ഡെലീഷ്യസ് മീൽ പ്രിപ്പയർഡ് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ വാസ് ചേർക്കണം. അപ്പോൾ എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. പാസീവ് വോയിസിൽ എപ്പോഴും V3 ഫോം ആയിരിക്കും. അപ്പോൾ പ്രിപ്പയർഡ് എന്ന് വേണം ചേർക്കാൻ. അപ്പോൾ എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. 96 ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഷീ പെർഫോംഡ് എ ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. പെർഫോമിൻ്റെ കൂടെ നമ്മൾ ബി ആണ്, വെല്ലാണ് ചേർക്കേണ്ടത്. 97 പെർഫോംഡ് വെൽ. 97 ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിയം ഓഫ് ദ വേർഡ് ബെനവലൻറ്റ്. ബെനവലൻറ്റ് എന്ന് വെച്ചാൽ പരോപകാരിയാണ്, ഓപ്പോസിറ്റാണ് മലവലൻറ്റ്. 98 വാട്ട് ഡസ് ATM കോമൺലി റെഫേഴ്സ് ടു ഇൻ ദ ബാങ്കിങ്? ആൻസർ സി ആണ്, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. 99 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിനോണിയം ഓഫ് വൊറാസിയസ്? ആർത്തിയുള്ള എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ സിനോണിമമാണ് ഇൻസാറ്റിയബിൾ, അതായത് നമ്മുടെ ആഗ്രഹം അടങ്ങാത്ത എന്നുള്ള മീനിങ് ആണ്. 100 വിച്ച് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഇവിടെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഷീ ഡസൻറ്റ് ലൈക്ക് പിസയാണ്. കാരണം എ തെറ്റാണ്. കാരണം ഡു എന്നുള്ളത് സിംഗുലറിൻ്റെ കൂടി വരില്ല, പ്ലൂറലിൻ്റെ കൂടി വരും. അപ്പോൾ ഷീ ഡോണ്ട് എന്നുള്ളത് വരില്ല. അതുപോലെ തന്നെ ഷീ നോട്ട് ലൈക്സ് പിസ എന്ന് നമ്മൾ പറയില്ല. ലൈക്സ് എന്ന് വെച്ചാൽ എന്താ? ഡസ് പ്ലസ് ലൈക്കാണ് ലൈക്സ്. അപ്പോൾ നമ്മൾ നോട്ട് ചേർക്കേണ്ടത് ഡസിൻ്റെ കൂടിയാണ്. അപ്പോൾ ഷീ ഡസൻറ്റ് ലൈക്ക് പിസ എന്ന് വേണം വരാൻ. അതുപോലെ തന്നെ ആൻസർ ഓപ്ഷൻ ഡിയിൽ ഷീസ് എന്നുള്ള നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ബി ആണ്, ഷീ ഡസൻറ്റ് ലൈക്ക് പിസ. താങ്ക് യു.